വഖഫ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായ നീക്കം. നിലവിലെ വഖഫ് ബോർഡിനെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന പുതിയ വഖഫ് നിയമത്തിന് അംഗീകാരം നൽകി പാർലമെന്ററി സമിതി. വഖഫ് ബില്ല് നടപ്പാകില്ല എന്ന് പ്രചരിപ്പിച്ചവർക്ക് തിരിച്ചടി. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും പരിഹാരമാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ജഗദാംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെടെ 44 മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ 14 ഭേദഗതി സംയുക്ത സമിതി അംഗീകരിച്ചു. പ്രതിപക്ഷമുയർത്തിയ നിരവധി ഭേദഗതികൾ നടപ്പാകാതെ വരികയും ചെയ്തിരിക്കുന്നു. ഇത് പാർലമെന്റിന് മുന്നിൽ ഇനി സമർപ്പിക്കുന്നതോടെ ബില്ല് നിയമമാവുകയും ചെയ്യും. അങ്ങനെ വഖഫ് എന്ന മാഫിയയുടെ പിടിയിൽ നിന്നും ഇന്ത്യ മോചനം നേടുകയാണ്. ശരിയത്ത് നിയമത്തിൻ്റെ ചുവട് പിടിച്ചു വന്നിരുന്ന മുത്തലാഖ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തിരുന്നു. തീവ്ര മുസ്ലിം വിഭാഗത്തെ ചൊടിപ്പിച്ചുകൊണ്ട് കാശ്മീരിൻ്റെ പ്രത്യേക പദവി 370 എടുത്തുകളയുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോൾ വഖഫും നിയമമാവുകയാണ്. ഇനി അടുത്തത് ഏക സിവിൽ കോഡ്. രാജ്യത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ്. മതന്യൂനപക്ഷങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന വേദനകൾ, മതത്തിൻ്റെ പേരിൽ അവർക്കെതിരെ നടത്തി വന്നിരുന്ന കാടൻ നിയമങ്ങൾ, ഇതൊക്കെ തന്നെ മാറ്റിമറിക്കുക എന്നതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവ ഓരോന്നായി കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഖഫ് ഭേദഗതി നിയമം. ഒരിക്കലും നടപ്പാകില്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം, മമതാ ബാനർജിയുടെ പാർട്ടി അടക്കം വ്യക്തമായി പറഞ്ഞ കാര്യത്തിലാണ് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തയ്യാറാക്കി അവതരിപ്പിച്ച കരട് ബില്ലിൽ നിന്നും 14 ഭേദഗതിയോടുകൂടി ആ ബില്ല് നിയമമാകാൻ പോവുകയാണ്. വഖഫ് ഭേദഗതി നിയമം അത് രാജ്യത്തെ തന്നെ നിരവധി ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള നിരവധി ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കേരളത്തിലടക്കം വഖഫ് ഉയർത്തിയിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഭൂമിയിൽ ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചാൽ അതിന് എത്ര വർഷം ഉടമസ്ഥൻ്റെ കയ്യിൽ ഇരുന്ന ഭൂമിയാണെങ്കിൽ പോലും അത് വഖഫിലേക്ക് അത് വകമാറ്റും എന്നുള്ളതാണ് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ഈ കാടൻ നിയമം. ആ നിയമമടക്കമുള്ളവ മാറ്റി എഴുതുന്ന, പൊളിച്ചെഴുതുന്ന, സാധാരണക്കാരന് നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ പാർലമെന്റിൽ പാസ്സാവാൻ പോകുന്നത്. വഖഫ് ഭേദഗതി ബിൽ വഖഫ് ബോർഡുകളുടെ ഭരണത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരുന്ന കാര്യം ഉറപ്പാണ്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ, അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടാത്ത മറ്റ് ഇതര മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കാതലായ മാറ്റം. കൂടാതെ ഏറ്റവും കുറഞ്ഞത് 2 സ്ത്രീകൾ വഖഫ് ബോർഡിൽ ഉണ്ടാകണം. കൂടാതെ കേന്ദ്ര വഖഫ് കൗൺസിലിൽ ഒരു കേന്ദ്രമന്ത്രിയും 3 എംപിമാരും, അതുകൂടാതെ 2 മുൻ ജഡ്ജിമാരും, ദേശീയ പ്രശസ്തിയുള്ള, അതായത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന 4 പേർ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരും അംഗങ്ങളാകണമെന്നുള്ളതാണ് നിലവിലെ വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം. കൂടാതെ പുതിയ വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡിന് ഭൂമികളിൽ അവകാശമുന്നയിക്കാനുള്ള അധികാരമുണ്ടാകില്ല. നിലവിൽ നടക്കുന്ന വലിയ തർക്കങ്ങൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തെ റെയിൽവേ, മിലിറ്ററി ഇവ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡാണ്. മുക്കിനും മൂലയിലുമുള്ള വസ്തുക്കൾ മേലെല്ലാം തന്നെ വഖഫ് ബോർഡ് ഓരോ കാലഘട്ടത്തിലും അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇത്തരത്തിലുള്ള തർക്കങ്ങളും കേസുകളുമൊക്കെ തന്നെ തീർപ്പാക്കുന്നതിൻ്റെ അന്തിമ അധികാരി എന്ന് പറയുന്നത് വഖഫ് ബോർഡ് തന്നെയാണ്. മറ്റ് സിവിൽ നിയമങ്ങൾ ഇതിൽ ബാധകമല്ല എന്നുള്ളതാണ് ജനങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന വിഷയം. എന്തായാലും വഖഫ് ഭേദഗതി നിയമം അത് പാസ്സാകുന്നതോടുകൂടി തന്നെ വലിയൊരു പ്രശ്നത്തിന്, രാജ്യം നേരിടുന്ന വലിയൊരു ദുരിതത്തിന് അറുതിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.